തീവ്ര വർഗീയ സംഘടനകളുമായി കൈകോർത്ത മുസ്ലിം ലീഗ്. കോഴിക്കോട്ടെ SDPI പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തു. വടകരയിൽ സംഘടിപ്പിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിലാണ് ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിം പങ്കെടുത്തത്. INL വെൽഫെയർ പാർട്ടി പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, അടുത്തിടെയായി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ ചില പ്രസ്താവനകളിൽ പറയുന്നത് തങ്ങൾ മതേതര പാർട്ടിയാണ്, അല്ലെങ്കിൽ മതേതര വിഭാഗമാണ്, തങ്ങൾക്ക് വർഗീയ ശക്തികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അല്ലേ? അതുതന്നെയാണ്. മുസ്ലിം ലീഗ് മതേതര കക്ഷിയാണെന്ന് മുസ്ലിം ലീഗ് പറയുന്നു. LDFും UDFും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മുസ്ലിം ലീഗിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗിനെ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്ക് നല്ല ധാരണയുള്ളതാണ്. ഈ രീതിയിൽ മുസ്ലിം ലീഗിനെ ഇരു കക്ഷികളും തലോടുമ്പോഴാണ് വർഗീയ പാർട്ടിയായിട്ടുള്ള വർഗീയ സംഘടനയായിട്ടുള്ള SDPI ഒക്കെ ആയിട്ട് വേദി പങ്കിടാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തയ്യാറാവുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വടകര മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ വേദി പങ്കിട്ട MC ഇബ്രാഹിം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ വടകര മണ്ഡലം പ്രസിഡന്റ് എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാന നേതാവാണ് SDPIയുടെ വേദി പങ്കിട്ടിരിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ MC ഇബ്രാഹിം നടത്തിയ പ്രഭാഷണത്തിന്റെ വരികൾ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് അവർ സംഘടിപ്പിച്ചത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെമിനാർ ആയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിൽ പരിഹാരവും ആശങ്കയും എന്നുള്ള വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. ആ സെമിനാറിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിഷയങ്ങളിൽ പരസ്പരം തർക്കിക്കുന്നതിന് പകരം ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ചിരിക്കാനും സമയം കണ്ടെത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. അതായത് SDPI പങ്കെടുത്ത സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് SDPIയും മുസ്ലിം ലീഗും ഒക്കെ ഒന്നിച്ചിരിക്കണമെന്ന് പരസ്പരം കലഹിക്കേണ്ടവരല്ല നമ്മൾ എന്നുമുള്ള ഒരു ആഹ്വാനമാണ് സംസ്ഥാന നേതാവ് മുസ്ലിം ലീഗിന്റെ ആ സെമിനാറിൽ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ SDPIയുടെയും മുസ്ലിം ലീഗിന്റെ ആശയവും കാര്യങ്ങളും ഒക്കെ ഒന്നാണോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനായിട്ട് SDPI പരസ്യമായി ലഘുരേഖ വിതരണം ചെയ്യുകയും SDPIയുടെ പേരിൽ തന്നെ വോട്ട് അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് സംസ്ഥാന നേതാക്കളോട് നമ്മൾ പ്രതികരണം ആരാഞ്ഞ സമയത്ത് ആരുടെ വോട്ട് തേടാനും തെറ്റില്ല, ആരോട് വോട്ട് ചോദിക്കാം അതിലും തെറ്റൊന്നുമില്ല ഒരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അടുത്തിടെ വന്നിട്ടുള്ള ഒരു മാറ്റമായിട്ട് വേണം മനസ്സിലാക്കാൻ. ഈ മുസ്ലിം ലീഗിൽ തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് രൂപീകരിച്ചൊരു സംഘടനയാണ് SDPI. പക്ഷേ SDPI മുസ്ലിം ലീഗും ഇപ്പോൾ ഒരേ പാതയിൽ സഞ്ചരിക്കുന്നതായിട്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ സമരം ചെയ്യുമ്പോഴാണ് വഖഫ് ഭൂമിയാണ് എല്ലാ ഭൂമിയെന്നും പറഞ്ഞുകൊണ്ടും അത് തിരിച്ചുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കടക്കണമെന്നും പറഞ്ഞ് SDPI നടത്തുന്ന സമരങ്ങൾക്കും സെമിനാറുകൾക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കളൊക്കെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. ദേവിക. ശരി, ഗോകുൽ K വേണുഗോപാലാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്.